ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, ദുറൂസുൽ ഇസ്ലാം 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 2ാമത്തെ പാഠം അദ്ദർസുസാനി അൻഫിഖൂ മിമ്മാ റസഖ്നാക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കുറിച്ചുള്ള ഒരു ചെറിയ സംഭവത്തിലൂടെയാണ്, ഒരു ചെറിയ കഥയിലൂടെയാണ് ഈ പാഠം തുടങ്ങുന്നത്. അതിനുശേഷം ഈ പാഠത്തിൽ ഹലാലായ ജോലിയെക്കുറിച്ചും പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങളെക്കുറിച്ചും ധൂർത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നതിനെക്കുറിച്ചും തൊഴിലാളികൾ എങ്ങനെ ഉത്തരവാദിത്വത്തോടെ എങ്ങനെ ജോലി ചെയ്യണം എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ പാഠം നമുക്ക് നോക്കാം. ഇനി നമുക്ക് പാഠം നോക്കാം. അല്പം ഭക്ഷണം തരുമോ? ചോദ്യം കേട്ട് തോട്ടത്തിൻ്റെ കാവൽക്കാരൻ തിരിഞ്ഞു നോക്കി. ഒരു പാവപ്പെട്ട സ്ത്രീ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് പകുതി ആ സ്ത്രീക്ക് നൽകി. കുറച്ച് പഴം തരാമോ? സ്ത്രീ ചോദിച്ചു. തോട്ടക്കാരൻ: ഞാൻ കാവൽക്കാരൻ മാത്രമാണ്, നാളെ വരൂ, ഉടമസ്ഥനോട് ചോദിച്ചിട്ടു തരാം. സ്ത്രീ: എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കാറായിരിക്കുന്നു, ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ. ഒരു സ്ത്രീ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന അദ്ദേഹം തോട്ടക്കാരനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അല്പം ചോദിക്കുന്നു. അദ്ദേഹം ഭക്ഷണത്തിൽ നിന്ന് അല്പം നൽകുന്നു. ആ സമയത്ത് കുറച്ച് പഴം, ആ തോട്ടത്തിൽ നിന്ന് കുറച്ച് പഴം തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, നിങ്ങൾ നാളെ വരൂ, ഞാൻ ഈ തോട്ടത്തിൻ്റെ കാവൽക്കാരൻ മാത്രമാണ്. അപ്പോൾ ആ സ്ത്രീ പറയണേ, എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കാറായിരിക്കുന്നു, ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാലേ ഉപകാരമുള്ളൂ എന്ന് പറയണ. ഇനി തോട്ടക്കാരൻ എന്താണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കാവൽക്കാരൻ ഏതാനും ആപ്പിളുകളും മുന്തിരിക്കുലകളും പറിച്ചു നൽകി നന്ദി പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ തിരിച്ചുപോയി. ആ പഴങ്ങൾ അദ്ദേഹം 1 ദിർഹം വില നിശ്ചയിച്ചു. ആ പഴങ്ങൾക്ക് അദ്ദേഹം 1 ദിർഹം വില നിശ്ചയിച്ചു. 1 ദിർഹം കുറച്ചാണ് അന്ന് അദ്ദേഹം കൂലി വാങ്ങിയത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എന്ന മഹാനായിരുന്നു ആ കാവൽക്കാരൻ. ഒരു കാലത്ത് അദ്ദേഹം ബൽഹിലെ രാജാവായിരുന്നു. ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ച് നാടുവിടുകയായിരുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹം പേര് കേട്ട ഒരു മഹാനാണ്, ഒരു സൂഫി വര്യനും കൂടിയാണ്. അദ്ദേഹം ബൽഹിലെ രാജാവായിരുന്ന സമയത്ത് സുഖലോലുപതയിൽ മുഴുകിയ അദ്ദേഹം ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ച മഹാൻ രാജ്യത്തിൻ്റെ അധികാരം ഉപേക്ഷിച്ച് ഇബാദത്തിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ പഴങ്ങൾക്ക്, ആ സ്ത്രീക്ക് കൊടുത്ത ആ പഴങ്ങൾക്ക് അദ്ദേഹം 1 ദിർഹം വില നിശ്ചയിക്കുകയും ആ 1 ദിർഹം കുറച്ചാണ് അന്ന് അദ്ദേഹത്തിൻ്റെ കൂലിയിൽ നിന്ന് 1 ദിർഹം കുറച്ചാണ് വാങ്ങിയത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ധനം അല്ലാഹു തആലയുടെ അനുഗ്രഹമാണ്. ധനമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. കൃഷി, കച്ചവടം, വിവിധ ജോലികൾ എന്നിവ ധനസമ്പാദനത്തിനുള്ള മുഖ്യ മാർഗങ്ങളാണ്. ഹലാലായ മാർഗത്തിലേ സമ്പാദിക്കാവൂ. പണം ചെലവഴിക്കുന്നതും ഹലാലായ മാർഗത്തിലാവണം. ധൂർത്തും പിശുക്കും പാടില്ല. ധനം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. കൃഷി, കച്ചവടം, വിവിധ ജോലികൾ, അതുപോലെയുള്ള എന്ത് ജോലി ചെയ്തും കൂലിപ്പണികളൊക്കെ ചെയ്ത് നമുക്ക് പണം സമ്പാദിക്കാം. ഹലാലായ മാർഗത്തിൽ മാത്രമേ സമ്പാദിക്കാവൂ എന്ന് നമ്മുടെ മതം കൽപ്പിക്കുന്നു. പണം ചെലവഴിക്കുന്നതും ഹലാലായ മാർഗത്തിലാവണം. അതുപോലെ തന്നെ ധൂർത്തും പിശുക്കും പാടില്ല.
ധൂർത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കൽ, അനാവശ്യമായി ചെലവഴിക്കലാണ് ധൂർത്ത്. അതുപോലെ തന്നെ പിശുക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കലാണ് ധൂർത്തും പിശുക്കും പാടില്ല. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ചരക്കിൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കുക. ചരക്കിൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കുക പറഞ്ഞാൽ ചരക്കിൽ അളിഞ്ഞതും ചീഞ്ഞതൊക്കെ മറച്ചു വെച്ചിട്ട് നമുക്ക് അതൊക്കെ വിൽക്കുക. നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക. നല്ല മീനിൻ്റെ ഇടയ്ക്ക് ചീത്ത മീനൊക്കെ വെച്ചിട്ട് രണ്ടും കൂടെ ഒരേ വിലക്ക് വിൽക്കുക. അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിൽ വരുത്തുക. തൂക്കുന്ന സമയത്ത് അത് 1 കിലോനാണ് വാങ്ങിക്കണമെങ്കിൽ 1 കിലോ തികയാതെ നമുക്ക് തൂക്കി തരാം. കൃത്രിമ ക്ഷാമം ഉണ്ടാക്കി വില ഉയർത്തുക. സാധനങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് കൃത്രിമ ക്ഷാമം ഉണ്ടാക്കുക. പൂഴ്ത്തി വെക്കുക. ഉള്ള സാധനങ്ങൾ തന്നെ പൂഴ്ത്തി വെച്ചിട്ട് അത് ഇല്ല എന്ന് പറഞ്ഞ് വില വർദ്ധിപ്പിക്കുക. ഇവയൊന്നും അനുവദനീയമല്ല. ഇതൊന്നും നമ്മുടെ ഇസ്ലാമിലെ അനുവദനീയമല്ല. ഇസ്ലാം ജോലികളെ കുറിച്ച് പറയുന്നതിൽ ഇതൊന്നും നമുക്ക് കച്ചവടക്കാർക്ക് അനുവദനീയമല്ല. കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം നൽകുക, പാവപ്പെട്ടവരെ സഹായിക്കുക, മതപരമായ കാര്യങ്ങളിൽ ചെലവഴിക്കുക തുടങ്ങിയവ പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങളാണ്. നമുക്കറിയാം, കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം നൽകുക, കുടുംബങ്ങൾക്ക് നമ്മൾ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കലും മതപരമായ കാര്യങ്ങളിൽ ചെലവഴിക്കുക. പള്ളികൾക്കും മദ്രസകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങളാണ്. ഇനി നമുക്ക് ഹറാമായ കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഹറാമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുക, പൊങ്ങച്ചത്തിന് വേണ്ടി ചെലവഴിക്കുക മുതലായവ അനുവദനീയമില്ലാത്ത ധനവിനിയോഗം ധൂർത്തുമാണ്. ഇനി ഇത് ധൂർത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഹറാമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കലും ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കലും അതൊന്നും പൊങ്ങച്ചത്തിന് വേണ്ടിയൊന്നും നമുക്കറിയാമല്ലേ, കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോൾ പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് പണം ചെലവഴിക്കുന്നത്. അതെല്ലാം ധൂർത്താണ്. ഇനി നമുക്ക് നോക്കാം. തൊഴിലാളികൾ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്താലേ വേതനം അനുവദനീയമാകൂ. അതുപോലെ തൊഴിലുടമ തൊഴിലാളികളോട് കാരുണ്യത്തോടെ പെരുമാറുകയും കൃത്യമായി വേതനം നൽകുകയും വേണം. തൊഴിലാളികൾ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യണം. അതിൽ കള്ളത്തരമൊന്നും പാടില്ല. അതുപോലെ തന്നെ തൊഴിലുടമ കൃത്യമായി വേതനം നൽകുകയും വേണം. എങ്കിലേ അയാളുടെ സമ്പാദ്യം ഹലാലാകൂ. പലിശ, ലോട്ടറി, ചൂതാട്ടം മുതലായവ ഹറാമാണ്. പലിശ, ലോട്ടറി, ചൂതാട്ടം ഹറാമാണ്. ഇനി നമുക്കിതിൻ്റെ കോളം നോക്കാം. മാ നഖസ്വത് സ്വദഖത്തും മിൻ മാൽ. ദാനധർമ്മം സമ്പത്തിനെ ചുരുക്കുകയില്ല. ഇനി നമുക്ക് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് നോക്കാം. നഖ്റ വനഫ്ഹം. ഐനബ് മുന്തിരി, ഹാരിസ് കാവൽക്കാരൻ, സിറാ കൃഷി, അയ്യാൽ കുടുംബം, തിജാറത്ത് കച്ചവടം, മിമ്മാ റസഖ്നാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ ഒരു സൂഫി വര്യൻ. തുഫാഹ് ആപ്പിൾ, മാൽ ധനം, റിബ പലിശ, അജീർ തൊഴിലാളി, യാ നസ്വീബ് ലോട്ടറി, ദിർഹം ഒരു നാണയം, അജ്ർ വേതനം, ബുഖ്ല് പിശുക്ക്, മൈസിർ ചൂതാട്ടം, ഇസ്രാഫ് ധൂർത്ത്, അൻഫിഖു നിങ്ങൾ ചെലവഴിക്കൂ. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ നോക്കാം. നുബയ്യിനു സിയാഖ്. ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ. സന്ദർഭം വിവരിക്കുക. ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ. നമ്മൾ പാഠത്തിൽ കേട്ട ആ വരിയാണ്. അത് ആരാണ് പറഞ്ഞത്? ഒരു സ്ത്രീയാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട്.
ആ സ്ത്രീയുടെ കുഞ്ഞുങ്ങൾ വിശന്ന് മരിക്കാറായിരിക്കുന്നു, ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ഒരു സ്ത്രീ തോട്ടത്തിൻ്റെ ജോലിക്കാരനോട് കുറച്ചു പഴങ്ങൾ ചോദിച്ചപ്പോൾ ഉടമസ്ഥനോട് ചോദിച്ചിട്ട് നാളെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കാറായിരിക്കുന്നു, ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ. അത് വൃത്തിയായി എഴുതിയെടുക്കാം. നമ്പർ 3 നുജിബ്. ആരാണ് ഇബ്രാഹിമുബ്നു അദ്ഹം? ആരാണ് ഇബ്രാഹിമുബ്നു അദ്ഹം? പ്രസിദ്ധനായ ഒരു സൂഫി വര്യനും ഒരു കാലത്ത് ബൽഖിലെ രാജാവുമായിരുന്നു. ഇബ്രാഹിമുബ്നു അദ്ഹം പ്രസിദ്ധനായ സൂഫി വര്യനും ഒരു കാലത്ത് ബൽഖിലെ രാജാവുമായിരുന്നു. നമ്മൾ പാഠത്തിൽ പഠിച്ചില്ലേ, ബൽഖിലെ രാജാവായിരിക്കുമ്പോൾ ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അദ്ദേഹം അധികാരം ഉപേക്ഷിച്ച് നാടുവിടുകയായിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. 2 ഹലാലായ ധനസമ്പാദന മാർഗങ്ങളിൽ 3 എഴുതുക. കൃഷി, കച്ചവടം, കൂലിപ്പണി. അതവിടെ എഴുതാം. നമ്പർ 3 ഹറാമായ ധനസമ്പാദന മാർഗങ്ങൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതുക. അതിൻ്റെ ആൻസർ ചരക്കിൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കുക, നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക, അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിൽ വരുത്തുക. നമ്പർ 4 പിശുക്ക് എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നതിനാണ് പിശുക്ക് എന്ന് പറയുന്നത്. 5 ധൂർത്ത് എന്നാൽ എന്ത്? ധൂർത്ത് അതിൻ്റെ ആൻസർ ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കൽ. 6 വേതനം ഹലാലാകാൻ തൊഴിലാളി എന്ത് ചെയ്യണം? അതിൻ്റെ ആൻസർ തൊഴിലാളികൾ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യണം. 7 സമ്പാദ്യം ഹലാലാകാൻ തൊഴിലുടമ എന്ത് ചെയ്യണം? അതിൻ്റെ ആൻസർ തൊഴിലുടമ തൊഴിലാളികളോട് കാരുണ്യത്തോടെ പെരുമാറുകയും കൃത്യമായി വേതനം നൽകുകയും വേണം. അടുത്തത് നൊഴിദു ഫിക്ര. 1 ധൂർത്ത്. ഒരു പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. ധൂർത്ത്. അതിൻ്റെ ആൻസർ ഒരു സത്യവിശ്വാസിയിൽ തീരെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുർഗുണമാണ് ധൂർത്ത്. ഖുർആനിലും ഹദീസിലും വളരെ നിഷ്കർഷമായി ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണിത്. ഹറാമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുക, പൊങ്ങച്ചത്തിനു വേണ്ടി ചെലവഴിക്കുക എന്നിവയെല്ലാം ധൂർത്താണ്. അടുത്തത് പിശുക്ക്. 2 ക്വസ്റ്റ്യൻ പാരഗ്രാഫ് എഴുതാനുള്ളത്. പിശുക്ക്. അതിൻ്റെ ആൻസർ വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്ന ഒരു ഹൃദയ സംബന്ധമായ രോഗമാണ് പിശുക്ക്. ഇത് ഏറെ അപകടകാരിയാണ്. ദുഷിച്ച സ്വഭാവവും ചീത്ത പ്രകൃതിയുമാണ്. അല്ലാഹു തആല പറയുന്നു, ഏതൊരാൾ തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് കാത്ത് രക്ഷിക്കപ്പെടുന്നുവോ അത്തരക്കാർ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവർ. അടുത്തത് തഖ്സീസ്, അസൈൻമെൻറ്റ്. 1 നിങ്ങളുടെ നാട്ടിൽ വിവാഹാഘോഷവേളയിലും മറ്റും നടക്കുന്ന ധൂർത്തിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. വിവാഹാഘോഷവേളകളിൽ നമുക്കറിയാം ഒരുപാട് ധൂർത്ത് നടക്കുന്നുണ്ട്. കൂടുതൽ പൈസ ചെലവഴിച്ചുകൊണ്ട് പൊങ്ങച്ചം തെളിയിപ്പിക്കുന്ന ഒരു വേദി കൂടിയായി തീർന്നിട്ടുണ്ട് വിവാഹാഘോഷ വേദികൾ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഇതൊരു മാതൃകയാണ്. അതിൻ്റെ ആൻസർ ഇന്ന് ധൂർത്തിൻ്റെ പര്യായമായി മാറിയിരിക്കുന്നു വിവാഹങ്ങൾ. സാമ്പത്തികോന്നതിയും പത്രാസും പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ക്ഷണക്കത്തുകൾ, വസ്ത്രം, പന്തൽ, ഭക്ഷണം, സൽക്കാരങ്ങൾ എന്നിവയെല്ലാം ആവശ്യത്തിൽ കൂടുതലാണ് പണം ചെലവഴിക്കുന്നത്. പാവപ്പെട്ടവരിൽ വിവാഹധൂർത്ത് മൂലം കുടുംബങ്ങൾ കടക്കെണിയിൽ പെടുന്നു.
ഇനി ബാക്കി നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടി എഴുതാം. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഗതികളെ സഹായിക്കൽ. ഈ വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കുക. അതിൻ്റെ ആൻസർ, അഗതികൾക്കും അനാഥകൾക്കും വിധവകൾക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയിൽ സഹായിക്കൽ, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കൽ എന്നീ കാര്യങ്ങളിൽ മുസ്ലിം സമൂഹം സജീവമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. സ്വർഗപ്രവേശനത്തിനുള്ള വലിയൊരു മാർഗമാണ് പാവപ്പെട്ടവൻ്റെ വിശപ്പ് മാറ്റാൻ സഹായിക്കൽ. നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടെയൊക്കെ ഇതിലധികരിച്ച് എഴുതാം. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. കരളിൻ്റെ കരളായ ത്വാഹ റസൂലോടൻ കഥനങ്ങൾ ചൊല്ലിടാം. കരയുന്ന ഖൽബിൻ്റെ വ്യഥ ചൊല്ലി, കണ്ണീരിൻ കഥ ചൊല്ലി, കനിവിനായി തേടിടാം. വാഹല്ലിൽ മൗലിദി ഖുറത്തുൽ ഐനൈനി അഷ്റഫി ഖൽഖില്ല അഹ്മദ് ത്വാഹ റസൂലുള്ളാഹ്.